ഇന്ന് ചേലപത്മത്തിലെ അതിഥി ഡോളി മാർട്ടിനാണ്. ഞാൻ ഡോളി ആൻറ്റി എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കാനുള്ള എൻ്റെ കാരണം ഡോളി ആൻറ്റിയുടെ വീടായിട്ട് എനിക്ക് 30 വർഷത്തെ നീണ്ട ബന്ധമുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ട്യൂഷന് വന്നിരുന്നത് ഇവിടെയാണ്. അന്ന് കുഞ്ഞു കുട്ടിയായിരുന്നല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ കണ്ടത്. ഇന്നും ഓർക്കുന്നൊരു കുഞ്ഞുണ്ട കുട്ടി. അതെ, വളരെ ചെറുപ്പം. ഡോളി ആൻറ്റിയും ചെറുപ്പം. അന്ന് 18 വയസ്സുള്ള ഡോളി ആൻറ്റി ഇവിടെ വരുമ്പോൾ ഇപ്പം നീണ്ട 35 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ 35 വർഷം അപ്പം എന്നെ സംബന്ധിച്ച് നീണ്ട 30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഇത്രയും കാലം പോയി എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതെ, പെട്ടെന്ന് കാലം കഴിഞ്ഞു പോയ പോലെ ഇത്രയും നീണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ കാണുന്നവരാണ്, വർത്തമാനം പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഗ്യാപ്പും ഇല്ല, അങ്ങനെയും കൂടെ പറയണം. തീർച്ചയായിട്ടും. അതെ. ഡോളി ആൻറ്റി, അപ്പം ഇന്ന് ഏതെല്ലാം സാരികളെ പരിചയപ്പെടുത്തുന്നത്? ഇന്ന് ഞാൻ എൻ്റെ മന്ത്രോടി, ഞാൻ കല്യാണത്തിനെടുത്ത മന്ത്രോടിയും പിന്നെ മന്ത്രോടിയേക്കാളും മുമ്പ് എൻ്റെ കെട്ടുസാരി വന്നിരുന്നു. ആ കെട്ടുസാരിയും പിന്നെ എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിന് എനിക്ക് ആങ്ങള മേടിച്ചു തന്ന സാരിയും ഞാൻ പരിചയപ്പെടുത്താണ്. അപ്പോൾ അങ്ങനെ 3 സാരി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സാരിക്കൊക്കെ എത്ര വർഷത്തെ പഴക്കം കാണും? അത് ഒരു സാരിക്ക് 25 വർഷത്തെ, ബാക്കി 2 സാരിക്കും 35 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഏറ്റവും പഴക്കമുള്ള സാരി ഏതാണ് ഇതിൽ? കെട്ടുസാരിയാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? കെട്ടുസാരി എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാഡി അവിടെ മസ്കറ്റിലാണ് ആയിരുന്നത്. അപ്പോൾ ഡാഡി മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ മമ്മിക്ക് കൊണ്ടുവന്ന സാരിയാണ് കെട്ടുസാരി. അത് ശരി. അപ്പോൾ ഡാഡി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മമ്മിക്ക് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ് വെള്ള കെട്ടുസാരി. അത് വെള്ളയായിരുന്നുകൊണ്ട് മമ്മി അത് എടുത്തു നോക്കിയപ്പോൾ ഭയങ്കര തിളക്കം. അപ്പോൾ മമ്മിക്ക് അത് വേണ്ട, അതെടുത്ത് വെച്ച് എൻ്റെ മോള് എന്തായാലും വലുതാവല്ലേ, അവളുടെ കല്യാണത്തിനായിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് എനിക്ക് കല്യാണത്തിന് 1 കൊല്ലമായപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണത്തിന് എനിക്ക് കെട്ടുസാരി ആയിട്ട് ആ സാരി എനിക്ക് മമ്മി തന്നു. വെള്ളയിൽ വെള്ളപ്പൂക്കളും ഗോൾഡൻ പൂക്കളുള്ള മനോഹരമായിട്ടുള്ള സാരിയാണ്. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഇതിനെക്കാട്ടും നിറം ഉണ്ടായിരിക്കാം. നല്ല നിറം ഉണ്ടായിരുന്നു. ഇത് പള്ളിയിലൊക്കെ നമ്മൾ കൊന്ത സമയമൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് അവിടെ അറേഞ്ച്മെന്റ്സിനൊക്കെ കൊണ്ടുപോകും അലങ്കരിക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്ത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാഡി കൊണ്ടുവന്നതാണ് കെട്ടുസാരി. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ മന്ത്രകോടി എടുക്കുന്നത് കല്യാണത്തിനാണല്ലോ. അപ്പോൾ മന്ത്രകോടി എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഇവിടെ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഞങ്ങൾക്ക് മന്ത്രോടി സാരി എടുക്കാൻ പെണ്ണുങ്ങൾക്ക് വരണം. അപ്പം ഞങ്ങൾ വന്ന് സാരി സെലക്ട് ചെയ്തപ്പോൾ ഈ സാരി ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ചേട്ടൻ ഇവിടെ അന്ന് തൃശ്ശൂരൊന്നും വലിയ പരിചയമൊന്നും എനിക്കില്ല. ഞാൻ തൃശ്ശൂർ വന്ന് ഫാഷനാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ ഫാഷനാണോ ഹൈലൈറ്റ് ആണോ എന്ന് എനിക്കൊരു ഓർമ്മയിലുണ്ട്. അവിടെ വന്ന അന്ന് കടകൾ വലിയ അറിവില്ല, എന്നാലും അവിടെ വന്നിട്ട് ചേട്ടൻ എനിക്ക് ആളുടെ സെലക്ഷനാണ് കൂടുതലും ആ സാരി. ചോക്ലേറ്റ് നിറത്തിൽ മെറൂൺ നിറത്തിലുള്ള വീതി കൂടിയ ബോർഡർ. നമ്മൾ സാധാരണഗതിയിൽ പച്ച, ചുവപ്പ്, മജന്തയൊക്കെയാണ് സാധാരണ കല്യാണ സാരികളിൽ കാണാറ്. സാധാരണ സാരികളിൽ നിന്ന് വിട്ടൊരു ഭംഗി ഈ മന്ത്രകോടി സാരിക്കുണ്ട്. ഇത് സെലക്ട് ചെയ്തത് മാർട്ടിൻ ചേട്ടൻ്റെ ഇഷ്ടം തന്നെയാണ്. തൃശ്ശൂർക്കാർക്ക് ഒരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ എന്ത് പള്ളി പെരുന്നാളായാലും വേറൊരു കല്യാണത്തിന് പോയാലും എപ്പോൾ പോയാലും ഇവിടെ അമ്മയ്ക്കും വലിയമ്മ അമ്മായിമാർക്കൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു ആ സാരി എന്നും ഉടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അത് ഉടുത്തിട്ടുണ്ട്. ഇനിയുള്ള സാരിയുള്ളത് എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിന് എനിക്ക് മേടിച്ചതാണ്. എനിക്ക് ആകെ കൂടെ ഒരു ചേട്ടനുള്ളൂ, പിന്നെ ഒരു അനിയത്തിയാണ്. അപ്പോൾ ചേട്ടൻ്റെ കല്യാണത്തിന് നമുക്ക് ഡ്രസ്സ് മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഞങ്ങൾ ഇതേപോലെ എറണാകുളത്ത് പോയിട്ട് എടുത്തതാണ് ആങ്ങളയുടെ കല്യാണത്തിന് എടുത്തുന്ന സാരി. അത് അവരാണല്ലോ നമുക്ക് എടുത്തു തരാം, ആങ്ങളെ എടുത്തു തരാം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ 2 സാരി എടുത്തു, ഒരു ചുമത്തതും ഒരു നീലയും, അങ്ങനെ 2 സാരി എടുത്തു. ആ സാരിയാണ് ഞാനിനി പരിചയപ്പെടുത്തുന്നത്. അതും 25 വർഷത്തിലേറെ പഴക്കമുണ്ടോ? 25 വർഷത്തിന് മേലെ. കേടൊന്നും പറ്റിയിട്ടില്ല? ഒരു കേടും പറ്റിയിട്ടില്ല. ചുവപ്പെന്ന് പറഞ്ഞാൽ ചുവപ്പന്നെ, ഗംഭീരമായിട്ടുള്ള ചുവപ്പ്. മാങ്ങാ ഡിസൈനും മയിലൊക്കെ പഴയകാല ഡിസൈനുകളാണ്. അത് തന്നെ അത് രണ്ടും മിക്സായിട്ട് വരുന്നു. ഈ നിറം പഴയ കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നോ? തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇതൊരു മാറ്റവും പറ്റിയിട്ടില്ല. സാരിക്ക് കുഴപ്പമൊന്നുമില്ല. സാരിക്ക് കേടുകൾ നന്നായിട്ട് ഉടുക്കാറുള്ള സാരിയാണ്, നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട് സാരി. എപ്പോഴും എടുക്കാറുണ്ട് പള്ളിയിലേക്കൊക്കെ. അതെ അല്ലേ, ഒരു വിധത്തിലുള്ള കേടും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല.
ഡോളി ആൻറ്റി, ഇപ്പോൾ നമ്മൾ വളരെ പഴക്കമുള്ള കല്യാണത്തിൻ്റെ സാരികൾ ഉടുത്തിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. പഴയ ഓർമ്മകളിലൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അന്ന് കാലഘട്ടത്തിൽ ഞാൻ ഉടുത്തിട്ട് പിന്നെ കുറച്ച് പ്രാവശ്യമൊക്കെ ഉടുത്തിട്ടുണ്ടെങ്കിൽ കൂടി മോളുടെ കല്യാണത്തിന് ഉടുത്തിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് ഞാൻ ഉടുക്കുന്നത്. ഓരോ സാരിയും ഓരോ കഥകളാണ്, ഓർമ്മകളാണ് എന്നതിലേക്കുള്ള സഞ്ചാരമാണ് ചേലപത്മം നടത്തുന്നത്. അതുപോലെ തന്നെ എനിക്ക് ആങ്ങളയുടെ കല്യാണത്തിൻ്റെ സാരി ഉടുക്കാൻ തന്നതിലും വലിയ സന്തോഷം. എനിക്കും വളരെ സന്തോഷം. നീ നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ സാരി എടുത്തപ്പോൾ.